നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്കും പാലക്കാട് സ്വദേശിനിയായ വനിതാ മോഡലിനുമാണ് നാളെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും കേസിലെ ഒന്നാം പ്രതിയായ തസ്ലിമയ്ക്ക് ആരോപണ വിധേയർ പലതവണ പണം കൈമാറിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാനാണ് നടന്മാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തുന്നത്. കേസിൽ മുൻകൂർ ജാമ്യം തേടി ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പിന്നീട് ഹർജി പിൻവലിച്ചു. സിനിമാ മേഖലയിലുള്ള മറ്റു 2 പേർക്ക് ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാറിൽ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്ന 2 കോടിയിലധികം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് ഈ മാസം 1-ാം തീയതിയാണ് എക്സൈസ് പിടികൂടിയത്. കേസിൽ കണ്ണൂർ സ്വദേശിനി ക്രിസ്റ്റീന എന്ന് വിളിപ്പേരുള്ള തസ്ലിമ സുൽത്താൻ, ഇവരുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെ അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിലായിരുന്ന പ്രതികളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു. ഒരുമിച്ചും ഒറ്റയ്ക്കിരുത്തിയും ചോദ്യം ചെയ്തിട്ടും പ്രതികൾ പൂർണ്ണമായി സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, മൊഴികളും വ്യത്യസ്തമാണ്. തസ്ലിമയുടെ പെൺവാണിഭ ഇടപാടുകളെക്കുറിച്ചും അക്ബർ അലിയുടെ രാജ്യാന്തര സ്വർണ്ണക്കടത്തുകളെക്കുറിച്ചും എക്സൈസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളെപ്പറ്റി വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.